നമസ്കാരം, എല്ലാവർക്കും സമയം മലയാളത്തിലേക്ക് സ്വാഗതം. സാധാരണ രീതിയിൽ മേക്കപ്പ് ചെയ്ത് ബോറടിച്ചോ? അങ്ങനെയെങ്കിൽ കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് ഒരു മേക്കപ്പ് സ്റ്റൈൽ നോക്കിയാലോ? നാച്ചുറൽ ലുക്ക് തോന്നിക്കുവാനായിട്ട് എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ മേക്കപ്പ് ചെയ്യുക എന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ മുഖം നല്ല വൃത്തിയായി കഴുകിയിട്ടുണ്ടാവണം. ആദ്യം നമുക്ക് സാധാരണ പോലെ മോയ്സ്ചറൈസർ ഉപയോഗിച്ച് തുടങ്ങാം. മോയ്സ്ചറൈസർ ഉപയോഗിച്ചതിന് ശേഷം അടുത്തതായിട്ട് സൺസ്ക്രീനും അപ്ലൈ ചെയ്ത് കൊടുക്കാം. മുഖത്തിന്റെ എല്ലാ ഭാഗത്തും ഇത് നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി ചെയ്യേണ്ടത് കുറച്ച് ഡിഫറെന്റ് ആയ രീതിയാണ്. കോമ്പാക്ട് പൗഡർ ആണ് ഇനി അപ്ലൈ ചെയ്യേണ്ടത്. ഇത് ഒരുപാട് അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. നാച്ചുറൽ ലുക്ക് തോന്നാനായിട്ട് അല്പം മാത്രം ഇത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതിയാകും. സാധാരണ മേക്കപ്പ് എല്ലാം കഴിഞ്ഞ് അവസാനമാണല്ലേ നമ്മൾ മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ ചെയ്യാറ്. എന്നാൽ ഇപ്പോൾ അല്പം വ്യത്യസ്തമായി മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നാച്ചുറൽ ആയിട്ട് തന്നെ ഉണങ്ങാനായിട്ട് വിടണം. അതിനുശേഷം പ്രൈമർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് കൺസീലർ ആണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. എവിടെയൊക്കെയാണോ കൺസീലർ അപ്ലൈ ചെയ്യേണ്ടത് അവിടെയൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഒരു സ്പോഞ്ച് ഉപയോഗിച്ചോ ബ്ലെൻഡർ യൂസ് ചെയ്തോ ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ചു മാത്രം ഫൗണ്ടേഷൻ വേണം. ഒന്ന് ബേസ് ഫിനിഷ് ചെയ്യാനായിട്ടാണ് ഇതെടുക്കുന്നത്. ഒരു സ്പോഞ്ച് ഉപയോഗിച്ച് ഫൗണ്ടേഷൻ നന്നായി സ്പ്രെഡ് ആക്കി കൊടുക്കുക. നല്ലൊരു ക്ലീൻ ലുക്ക് വന്നു അല്ലേ? ഇനി ഐബ്രോസ് ഒന്ന് കറക്റ്റ് ചെയ്യാം. അതിനായിട്ട് ഇവിടെ മസ്കാര ബ്രഷ് ആണ് ഉപയോഗിക്കാൻ പോകുന്നത്. മസ്കാര ബ്രഷ് ഉപയോഗിച്ച് ഇതുപോലെ നന്നായിട്ട് ഐബ്രോസ് ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇഷ്ടമുള്ള ഒരു ലിപ് ലൈനർ വെച്ച് ലൈൻ ചെയ്ത് കൊടുക്കുക. ലിപ്പിന് നല്ലൊരു ഫിനിഷിംഗ് കിട്ടാനായിട്ട് ഇത് സഹായിക്കും. അടുത്തതായിട്ട് ലിപ്സ്റ്റിക് ആണ് ഇടാൻ പോകുന്നത്. ഇത് ഡയറക്റ്റ് ആയിട്ട് ലിപ്പിൽ ഇട്ട് കൊടുക്കേണ്ട, നേരെ മറിച്ച് ഇതുപോലെ ഒരു ചെറിയ ബ്രഷ് ഉപയോഗിച്ചാണ് ഇതും അപ്ലൈ ചെയ്യേണ്ടത്. ഇതും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നല്ല ഒരു ലുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഐലൈനർ എടുത്ത് മുകളിലായിട്ട് വരച്ചു കൊടുക്കാം. ഒരു സ്മോക്കി എഫക്റ്റ് കിട്ടാനായിട്ട് ഒരു ചെറിയ ബ്രഷ് എടുത്ത് ഇതിങ്ങനെ ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കണം. കണ്ടില്ലേ, ഒരു ചെറിയ സ്മോക്കി എഫക്റ്റ് കിട്ടിയിട്ടുണ്ട്. അവസാനമായിട്ട് മസ്കാര വെച്ച് കൺപീലികളെല്ലാം വിടർത്തിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. എത്ര എളുപ്പത്തിലാണല്ലേ മേക്കപ്പ് ചെയ്തത്. നാച്ചുറൽ ലുക്ക് കിട്ടാനായിട്ട് ഡെയിലി ചെയ്യുന്നത് പോലെ അല്ലാതെ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ. ലോങ് ലാസ്റ്റിംഗ് ആയി നിൽക്കാൻ ഇത് സഹായിക്കും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.